എല്ലാവർക്കും നമസ്കാരം. നെക്സ്റ്റ് ചാപ്റ്റർ പോളിനോമിയൽ റിംഗ്. പോളിനോമിയൽസിന്റെ അഡിഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞ സെമിസ്റ്ററിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് റിവ്യൂ ചെയ്യാം. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഡി ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ ഡി ഓഫ് എക്സ് എന്ന് പറയുന്നതും ഇന്റഗ്രൽ ഡൊമൈൻ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഇൻ വിച്ച് there are no zero divisors. അപ്പം കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്ന് പറയാനുള്ളത് വളരെ എളുപ്പം പ്രൂവ് ചെയ്ത് പോയാൽ മതി. ഇപ്പം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്നും കാണിക്കണം, അതിനകത്ത് സീറോ ഡിവൈസേഴ്സ് ഇല്ല എന്നും കാണിക്കണം. അപ്പം the operations on d of x are എന്തൊക്കെയാണ്? To take two polynomial f of x is equal to a0 plus a1 plus a1x plus etc. an x raised to n. G of x is equal to b0 plus b1x plus etc. bn x raised to n. എനിക്ക് ഇങ്ങനെ ഒരേ ഹയസ്റ്റ് പവർ ഒരേ n വരുന്ന രീതിക്ക് എഴുതാം. കാരണം കോഎഫിഷ്യന്റ് ഇല്ലെങ്കിൽ നമ്മൾ സീറോസ് ആഡ് ചെയ്താൽ മതി അല്ലേ. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് കോഎഫിഷ്യന്റുകൾ ആഡ് ചെയ്യുന്നത്. എ നോട്ട് പ്ലസ് ബി നോട്ട് a1 plus b1 into x plus etc. an plus bn x raised to n. അതിപ്പോൾ 1 പ്ലസ് എക്സും 2 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ 0 എക്സ് സ്ക്വയറും കൂടെ ആഡ് ചെയ്ത് എഴുതും പരസ്പരം കറസ്പോണ്ടിങ് ടൈംസ് അല്ല. 2x plus 3 ഇതാണ് അവിടുത്തെ അഡിഷൻ. മൾട്ടിപ്ലിക്കേഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണ് അല്ലേ. ഇത് എ നോട്ട് പ്ലസ് a1 എക്സ് പ്ലസ് എക്സെട്ര an എക്സ് റൈസ് ടു n ഇൻറ്റു ബി നോട്ട് പ്ലസ് b1 എക്സ് പ്ലസ് എക്സെട്ര bn എക്സ് റൈസ് ടു n. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. എ നോട്ട് ബി നോട്ട് പ്ലസ് എ നോട്ട് ബി വൺ പ്ലസ് a1 ബി നോട്ട് ഇൻറ്റു എക്സ് എന്നിട്ട് കറസ്പോണ്ടിങ് ഇത് കളക്ട് ചെയ്ത് എഴുതുക. ഇതാണ് അവിടുത്തെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഐഡന്റിറ്റി എലിമെന്റ് ഏതാ? ഇത് നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ക്ലിയർലി addition and multiplication are associative. Also multiplication is commutative. ഐഡന്റിറ്റി ഏതാ? ഐഡന്റിറ്റി എന്ന് പറയുന്നത് സീറോ പോളിനോമിയലാണ്. നമ്മൾ സീറോ എന്ന് എഴുതും. സീറോ എല്ലാ കോഎഫിഷ്യന്റും സീറോ ആയിട്ടുള്ള പോളിനോമിയൽ. ഇൻവേഴ്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എ നോട്ട് പ്ലസ് മൈനസ് a1 എക്സ് പ്ലസ് എക്സെട്ര മൈനസ് an എക്സ് റൈസ് ടു n. ഇതാണ് അവിടുത്തെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. Hence d of x is a commutative ring with അവിടുത്തെ യൂണിറ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് യൂണിറ്റ് ഏതാ? 1 എന്ന് പറഞ്ഞാൽ നമ്പർ പോളിനോമിയൽ 1 അല്ലേ. പോളിനോമിയൽ 1 എക്സ് റൈസ് ടു 0 1 എക്സ് റൈസ് ടു 0 ആണ് അവിടുത്തെ 1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? അതിനകത്ത് സീറോ ഡിവൈസേഴ്സ് ഇല്ല എന്ന് പറയണം അല്ലേ. അതിന് ലെറ്റ് f of x not equal to 0, g of x not equal to 0. g of x ഞാൻ മുകളിൽ എഴുതിയ പോലെ ഡിഗ്രി ഓഫ് f of x is equal to n, degree of g of x is equal to m.
അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഫോം എന്തായിരിക്കും? ഇറ്റ് ഈസ് എ എൻ എക്സ് റൈസ് ടു എൻ പ്ലസ് എക്സെട്ര. ബാക്കി എന്തോ ആയിക്കോട്ടെ. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് സം ബി എം എക്സ് റൈസ് ടു എം പ്ലസ് എക്സെട്ര. അവസാനം എ നോട്ട്, ഇവിടെ ബി നോട്ട്. സോ ഇപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് നോൺ സീറോ കോഫിഷ്യന്റിന്റെ ഡിഗ്രിയാണ് അല്ലേ. ഇവിടെ എഫ് ഓഫ് എക്സിന്റെ ഇത് ഹയസ്റ്റ് ആണ്, ജി ഓഫ് എക്സിന്റെ ഇത് ഹയസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എ എൻ നോട്ട് ഈക്വൽ ടു 0 ആണ്, ബി എം നോട്ട് ഈക്വൽ ടു 0 ആണ്. So then a n not equal to 0 and b m not equal to 0. So f of x into g of x, ഇതിന്റെ ഹയസ്റ്റ് പവർ എന്താ വരിക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ എൻ ബി എം എക്സ് റൈസ് ടു എൻ പ്ലസ് എം പ്ലസ് എക്സെട്ര, അവസാനം എ നോട്ട് ബി ഇടും. ആൻഡ് എ എൻ ബി എം നോട്ട് ഈക്വൽ ടു 0. അതിന്റെ റീസൺ എന്താ? ആസ് ഡി ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ. നമ്മൾ ഡി ഓഫ് എക്സിൽ നിന്നാണ് ഇത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എടുത്തത് അല്ലേ. എഫ് ഓഫ് എക്സും ഡി ഓഫ് എക്സും ഡി ഓഫ് എക്സിൽ നിന്നാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എ ഐസും ബി ജെസും ഒക്കെ എവിടുത്തെ എലിമെന്റ് ആയിരിക്കും? ഡിയിലെ എലിമെന്റ് ആയിരിക്കും. കോഫിഷ്യൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡിയിലെ എലിമെന്റ് ആയിരിക്കും. ഡി ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ടും എ എന്നും ബി എമ്മും നോൺ സീറോ ആയതുകൊണ്ടും എ എൻ ഇൻറ്റു ബി എം എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കും. ഹെൻസ് degree of f of x into g of x is an plus, sorry, നമ്മളിവിടെ ആവശ്യപ്പെട്ടിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ഇതിവിടെ ആവശ്യമില്ല കേട്ടോ, ഈ പ്രൂഫിൽ ഇത് ആവശ്യമില്ല. ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ഇൻ പർട്ടിക്കുലർ f of x into g of x not equal to 0. Therefore, d of x has no zero divisors and hence is an integral domain. Hence is an integral domain. That completes the proof. D ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ ഡി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ റിങ്ങും ഇന്റഗ്രൽ ഡൊമൈൻ ആയിരിക്കും. അടുത്ത് നമ്മൾ നമ്പേഴ്സിന് കണ്ട പോലെ ഡിവിഷൻ അൽഗോരിതം പോളിനോമിയൽസിന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്പേഴ്സിന് ഡിവിഷൻ അൽഗോരിതം എന്താ? ഒരു ബി ഉണ്ട്, ഒരു എ ഉണ്ടെങ്കിൽ ബി എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കോഷ്യന്റും കിട്ടും, റിമൈൻഡറും കിട്ടും. റിമൈൻഡർ ഡിവൈസറിനേക്കാളും ചെറുതായിരിക്കും. ഇതാണ് ഡിവിഷൻ അൽഗോരിതം ഫോർ നമ്പേഴ്സ്. സിമിലർലി ഫോർ പോളിനോമിയൽസ് എഫിലാണ്, ഫീൽഡിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഷൻ അൽഗോരിതം. പോളിനോമിയൽസിന്റെ കോഫിഷ്യൻസ് ഫീൽഡിലായിരിക്കണം, ഇന്റഗ്രൽ ഡൊമൈൻ പോരാ, ഫീൽഡ് ആയിരിക്കണം. Let f be a field and f of x comma g of x belongs to capital F of x with g of x not equal to 0. Then there exists unique polynomials q of x, the quotient polynomials, r of x, remainder polynomial in f of x such that capital F of x is ഇവിടെ എഴുതിയ പോലെ g of x into q of x plus r of x and either r of x is equal to 0. ഇവിടെ റിമൈൻഡർ ലെസ് ദാൻ എന്ന് പറയുന്നതിന് വരെ ഇവിടെ എന്താണ്? ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. എക്സാക്ട്ലി നമ്പേഴ്സ് പോലെ തന്നെയാണ് അവിടെ വരുന്ന. ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ഇവിടെ ഇത് ഓഫ് എക്സ് ഓഫ് എക്സ് ഓഫ് എക്സ് എന്ന് എഴുതുമ്പോൾ പിന്നെ ഈ ലെസ് ദാൻ എന്നുള്ളതിന് പകരം ഡിഗ്രി കൊണ്ട് റീപ്ലേസ് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കും, എന്നിട്ട് പ്രൂഫിലേക്ക് നോക്കും. എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് ജി എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ആണ്. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആണ് അല്ലേ, വിത്ത് ദിസ് കണ്ടീഷൻ. ആദ്യം ഒരു ട്രിവിയൽ കേസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് 0യോ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സോ ആണെങ്കിൽ എനിക്ക് ഈ ഒരു ഫോം ആണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ ഇത് 0 ആവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ക്യൂവും ആറും ആണ് എനിക്ക് ചൂസ് ചെയ്യേണ്ടത് അല്ലേ.
അപ്പോൾ ഇത് 0 ആവുകയാണെങ്കിൽ ക്യൂ ഞങ്ങൾ 0 എന്ന് ചൂസ് ചെയ്യും. അപ്പോൾ ജി എന്തായാലും എനിക്ക് ആർ ഓഫ് എക്സ് എന്തെടുത്താൽ മതി? ആർ ഓഫ് എക്സും 0 എടുത്താൽ മതി. എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ ക്യൂ ഓഫ് എക്സും 0, ആർ ഓഫ് എക്സും 0. അതാണ് ഈ 0 എന്ന് പറയുന്ന കേസ്. ഇനി ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ജി ഓഫ് എക്സ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? എഫ് ഓഫ് എക്സിനെ എനിക്ക് പിന്നെയും അവിടെയും ക്യൂ ഓഫ് എക്സ് 0 എന്ന് തന്നെ എടുക്കുക, ആർ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് തന്നെ എടുക്കുക. എന്നാൽ അപ്പോഴും നമുക്ക് ഈ കണ്ടീഷൻ വാലിഡ് ആയിട്ട് കിട്ടും. ഈ രണ്ട് കേസും ട്രിവിയലാണ്. ഈ രണ്ട് കേസിലും ക്യൂ ഓഫ് എക്സ് 0യും ആർ ഓഫ് എക്സ് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിട്ടും എടുത്താൽ മതി. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സപ്പോസ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് എന്ന് വിചാരിക്കാം. ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സിനെ എം എന്നും ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സിനെ എൻ എന്നും വിളിക്കാം. Alright? Now, suppose you take f of x as this. ans എന്ന് പറയുന്നത് എവിടുത്തെ എലിമെന്റ്സ് ആയിരിക്കും? as എന്ന് പറയുന്നത് എഫിലെ എലിമെന്റ്സ് ആയിരിക്കും അല്ലെ, ഫീൽഡിലെ എലിമെന്റ്സ്. അതുപോലെ bjs എന്ന് പറയുന്നത് ഫീൽഡിലെ എലിമെന്റ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഡിഗ്രി എടുത്തിട്ടുള്ളതുകൊണ്ട് an നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, ഇവിടെ bm നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ anനും bmനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/an എന്നും 1/bm എന്നൊക്കെ എനിക്ക് സംസാരിക്കാം. കാരണം ഫീൽഡ് അല്ലേ, എല്ലാ നോൺ സീറോ എലിമെന്റിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് യൂഷ്വൽ പോളിനോമിയൽ ഡിവിഷൻ ആണ്. ആ പോളിനോമിയൽ ഡിവിഷൻ ഞാൻ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കും. ഇവിടെ എനിക്ക് 3x⁴ + x + 1. ഇതിനെ നമ്മൾ സാധാരണ ഇത് പണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, മാത്സ് പഠിച്ചവർ +1 +2, അല്ലാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടൊന്നും. ഇതിപ്പം എൻ്റെ പോളിനോമിയൽ ആർ ഓഫ് എക്സിലാണ്. ആർ ഒരു ഫീൽഡ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് നമ്പേഴ്സിൽ ചെയ്യുന്ന പോലെ ഈ ഹയസ്റ്റ് കോഫിഷ്യന്റ് 0 ആക്കാൻ നോക്കാം. ഇവിടെ ഇവിടെ x⁴ ആണ് അല്ലേ അകത്ത്, ഇവിടെ x⁴ ആണ്, ഇവിടെ x² ആണ്. അപ്പം എനിക്കൊരു x² കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇനി ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. അപ്പം എനിക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 3 കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? ഒരു 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കിവിടെ 3x⁴ കിട്ടും പ്ലസ് 3x² കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്തു 2 × 3/2 x² എന്ന് പറയുന്നത് 3x². സോ 3x² - 3x സബ്സ്ട്രാക്ട് ചെയ്യുക. ഇത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇല്ലാത്ത ടൈമിന് പകരം 0x² എന്ന് കൊടുത്താൽ മതി. 0x² പ്ലസ് x + 1. ഇനി അടുത്ത ടൈം ഇത് x² അല്ലേ, x² കിട്ടാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഓൾറെഡി x² ഉണ്ട് ഈ കോഫിഷ്യന്റിൽ, പക്ഷെ ഇവിടെ എനിക്ക് -3 കിട്ടണം. -3 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒരു -3/2 കൊണ്ട് മൾട്ടിപ്ലൈ. സോറി, -3/2 അല്ല, -1/2 അല്ലേ, -1/2 കൊണ്ട് മൾട്ടിപ്ലൈ. സോ 1/2 അല്ലല്ലോ, ഇറ്റ് ഇസ് കറക്റ്റ്. അതിനെ എഴുതി തന്നെ കറക്റ്റ്, -3/2. അപ്പോൾ 2 ക്യാൻസലായി -3x² കിട്ടും. പിന്നെ 2 ക്യാൻസലാവും, -3 അല്ലേ. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് താഴെ വരും, 1 - 3 4. ഇവിടെ എനിക്ക് കിട്ടുന്നത് 3x⁴ പ്ലസ് x + 1 എനിക്ക് എങ്ങനെ എഴുതാം? ഡിവിഷൻ അൽഗോരിതം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഐഡിയ, പ്രൂഫിൻ്റെ ഐഡിയയും ഇത് തന്നെയാണ്, പ്രോസസ്സ് തന്നെയാണ് പ്രൂഫിൻ്റെ ഐഡിയ. പ്ലസ് x + 4. ഇവിടെ എൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് ഇതാ, ആർ ഓഫ് എക്സ്. കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഇതാ, യോ. ഈ സെയിം കാര്യം തന്നെ ഈ പ്രൂഫിൽ ചെയ്യാം. ഇവിടെയും ഞാൻ എഫ് ഓഫ് എക്സിനെ, എഫ് ഓഫ് എക്സ് എന്താ, anx⁴n പ്ലസ് എക്സെട്ര a0. ഇതിനെ bmx⁴m എക്സെട്ര b0.
എനിക്ക് ഈ താഴെ ഇവിടെ an x raised to n കിട്ടണം. അപ്പം അതിന് 1/bm. അപ്പം bm ക്യാൻസൽ ആയി പോകും. എക്സ് റേസ് ടു എം കിട്ടാൻ വേണ്ടിയിട്ടേ n കിട്ടണം അല്ലേ? എക്സ് റേസ് ടു n കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് റേസ് ടു n മൈനസ് എം കൊണ്ട് മൾട്ടിപ്ലൈ. പിന്നെ എനിക്ക് അവിടെ ഒരു an കിട്ടണ്ടേ? അപ്പം ടോപ്പിൽ ഒരു a. അപ്പം എനിക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഞാൻ ഗെറ്റിംഗ് ഈ ഇവിടെ an എക്സ് റേസ് ടു n കിട്ടും. ബാക്കി എന്തോ ആയിക്കോട്ടെ, എനിക്ക് ബാക്കി സ്റ്റെപ്പ് ഒന്നും വേണ്ട. അപ്പം അവിടുത്തെ ലീഡിങ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താ? ഇറ്റ് ഈസ് an 1/bm എന്ന് പറഞ്ഞാൽ bm ഇൻവേഴ്സ് എക്സ് റേസ് ടു n മൈനസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. an bm ഇൻവേഴ്സ് എക്സ് റേസ് ടു n മൈനസ്. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഒരു പോളിനോമിയൽ കിട്ടും, ഇവിടെ ഒരു പോളിനോമിയൽ കിട്ടും. അപ്പം എനിക്ക് നേരത്തെ ഞാൻ എക്സാമ്പിൾ ചെയ്ത പോലെ എഫ് ഓഫ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് ഇൻറ്റു ആ ടോപ്പിൽ വരുന്ന പോളിനോമിയൽ. അടുത്ത തവണ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താ? an bm ഇൻവേഴ്സ് എക്സ് റേസ് ടു n. ഒരു സ്റ്റെപ്പേ ഞാൻ ചെയ്യുന്നുള്ളൂ, അവസാനം വരെ ചെയ്യുന്നില്ല. പിന്നെ ഒരു റിമൈൻഡർ പോളിനോമിയൽ. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഞാൻ എഫ് ഓഫ് എക്സിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി അതായി എഴുതിയിരിക്കുന്നത്. ഇതിന് ഇപ്പുറത്ത് വരുമ്പോഴാണ് ഞാൻ ആദ്യം എഴുതിയത് കിട്ടുന്നത്. അതിൽ ഈ ടൈമിനെ ഞാൻ എടുത്ത് എഫ് ഓഫ് എക്സിൻ്റെ കൂടെ കൊണ്ടുപോയി. ഇനി എഫ് വൺ ഓഫ് എക്സിൻ്റെ കണ്ടീഷൻ എന്താണ്? എഫ് വൺ ഓഫ് എക്സ് ഒന്നുകിൽ 0 ആയിരിക്കും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ. ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ 0 കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഡിഗ്രി എഫ് ഓഫ് എക്സിനേക്കാളും കുറഞ്ഞ ഒരു പോളിനോമിയൽ കിട്ടും. ഓക്കെ, നേരത്തെ ഇവിടെയാണ് പറഞ്ഞത്, ഇവിടെ സോറി ഇവിടെ അല്ലേ, ഡിഗ്രി കുറഞ്ഞ പോളിനോമിയൽ ഇവിടെ കിട്ടും. എൻ്റെ എഫ് വൺ ഓഫ് എക്സ് ഇവിടെയാണ് വരുന്നത്, ഇവിടെയാണ് എഫ് വൺ ഓഫ് എക്സ്. ഇതാണ് അതിനകത്തൊരു കുറച്ച് ആലോചിച്ച് എഴുതാനുള്ള ഒരു സ്റ്റെപ്പ്. ബാക്കിയൊക്കെ ട്രിവിയൽ. ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഡിഗ്രി എഫ് ഓഫ് എക്സിനേക്കാളും കുറഞ്ഞ ഒരു പോളിനോമിയൽ കിട്ടി. നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ് അപ്ലൈ ചെയ്യുക. കാരണം ഓൾറെഡി ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഡിഗ്രി, അല്ലെങ്കിൽ ഡിഗ്രി 1ന് നമുക്ക് ട്രിവിയൽ ആയിട്ട് പറയാം, അല്ലെങ്കിൽ 0യിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഒരു ഡിഗ്രി n വരെ ഇത് അസ്യൂം ചെയ്യുക, ഡിഗ്രി n-1 വരെ. ഡിഗ്രി ഒരു ഇൻഡക്ഷൻ ഒന്നും എടുത്ത് അങ്ങനെ ഒത്തിരി വാല്യൂ വലിച്ച് എഴുതണ്ട. ഇൻഡക്ഷൻ അനുസരിച്ച് എനിക്ക് ഡിഗ്രി കുറവായിട്ടുള്ള ഒരു പോളിനോമിയൽ കിട്ടിയുണ്ട്, അതിൽ നമ്മുടെ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ അവിടെ Q1 ഓഫ് എക്സും R1 ഓഫ് എക്സും കിട്ടും. എനിക്ക് F1 ഓഫ് എക്സിനെ G ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ G ഓഫ് എക്സ് ഇൻറ്റു Q1 ഓഫ് എക്സ് പ്ലസ് R1 ഓഫ് എക്സിനെ എഴുതാൻ സാധിക്കും. അതിൽ ഡിഗ്രി ഓഫ് R1 ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് G ഓഫ് എക്സിനേക്കാളും ചെറുതാണ്. ഇതേതാ സ്റ്റേറ്റ്മെന്റ്? നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ്. അത് എന്തിന് അപ്ലൈ ചെയ്തു? F1 ഓഫ് എക്സിന് അപ്ലൈ ചെയ്തു. ഇത് ഈ ഒരു സാധനം നമ്മുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ദിസ് തിങ് ഇൻറ്റു F1 ഓഫ് എക്സ്. F1 ഓഫ് എക്സിന് അവർ എന്ത് കൊടുക്കാം? an bn ഇൻവേഴ്സ് എക്സ് റൈസ് ടു n-m g ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന് F1 ഓഫ് എക്സിന് പകരം g ഓഫ് എക്സ് Q1 ഓഫ് എക്സ് പ്ലസ് R1 ഓഫ്. അതിൽ ജി ഓഫ് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് എഴുതുക. എനിക്കിത് ഇങ്ങനെ ഒരു പോളിനോമിയൽ കിട്ടും. ഇതാണ് എൻ്റെ Q ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു R1 ഓഫ് എക്സ്. ഈ R1 ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സാക്ട്ലി എൻ്റെ R ഓഫ് എക്സ് ആയിട്ട് എടുക്കും. ഓൾറെഡി നമ്മളെ കണ്ടീഷൻ എല്ലാം അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. സോ ദിസ് കംപ്ലീറ്റ്സ് ദ ഫസ്റ്റ് പാർട്ട്. എഫ് ഓഫ് എക്സിന് എനിക്ക് എപ്പോഴും ഏത് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിലും ഇങ്ങനെ രണ്ട് Q ഓഫ് എക്സും R ഓഫ് എക്സും കിട്ടും വിത്ത് ദിസ് എക്സ്പ്രഷൻ. ഇനി ആ തിയറത്തിൽ പറയുന്നത് യുണീക്ക് എന്നും കൂടെ പറയുന്നത്, അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ദ ക്വസ്റ്റ്യൻ ആൻഡ് ദ റിമൈൻഡർ എന്ന് പറയുന്നത്. യുണീക്ക് പോളിനോമിയൽസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് രണ്ട് എക്സ്പ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് ഇൻറ്റു Q ഓഫ് എക്സ് പ്ലസ് R ഓഫ് എക്സ് എന്ന് എഴുതാം. ജി ഓഫ് എക്സ് ഇൻറ്റു സം അതർ പോളിനോമിയൽ Q ബാർ ഓഫ് എക്സ് പ്ലസ് R ബാർ ഓഫ് എക്സ് എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇതും എഫ് ഓഫ് എക്സിന് ഈക്വൽ ആണല്ലോ അല്ലേ? രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു ജി ഓഫ് എക്സ് പുറത്തെടുത്തു, Q ഓഫ് എക്സ് മൈനസ് Q ബാർ ഓഫ് എക്സ് ഇൻറ്റു R ഓഫ് എക്സ് മൈനസ് R. രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്തു. ഈ രണ്ട് ഇക്വേഷൻ കൂടെ സബ്സ്ട്രാക്ട് ചെയ്തു. അതിൽ നിന്ന് എന്ത് കിട്ടും? R ഓഫ് എക്സ് മൈനസ് R ബാർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് കിട്ടും. ഇനി രണ്ട് സൈഡിലും ഡിഗ്രി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇതിൽ നിന്ന് ഡിഗ്രി ഓഫ്
ആർ ഓഫ് എക്സ് മൈനസ് ആർ ബാർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് നമ്മൾ നേരത്തെ തിരുത്തി കണ്ടു. പ്രൊഡക്റ്റ് വന്നാൽ ഡിഗ്രികൾ ആഡ് ചെയ്യണം അല്ലേ. പ്ലസ് ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ് മൈനസ് ക്യൂ ബാർ ഓഫ് എക്സ്. പക്ഷേ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് മൈനസ് ആർ ബാർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതിനേക്കാളും ചെറുതാണ്? ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സിനേക്കാളും ചെറുതാണ്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ടുള്ള ഒരു ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സിന്റെ കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇതൊരു നോൺ സീറോ നമ്പറാണ്, നോൺ നെഗറ്റീവ് നമ്പറാണ് അല്ലേ. ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഇത് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സിനേക്കാളും കൂടുതലോ ഈക്വലോ ആവത്തേ ഉള്ളൂ. അപ്പോൾ ആർ ഓഫ് ഈ ഡിഫറൻസിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ജി ഓഫ് എക്സിന്റെ ഡിഗ്രിയേക്കാളും കുറവാണ്. ഒരേ ഒരു പോസിബിലിറ്റി എന്താ? രണ്ടും സീറോ ആകുക എന്നുള്ള മാത്രമേ ഉള്ളൂ അല്ല. ഇപ്പൊ ഡിഗ്രി സീറോ ആകുക എന്നല്ല, പോളിനോമിയൽ തന്നെ സീറോ ആകണം. ഡിഗ്രിയും സീറോ ആയാൽ പറ്റില്ല, കാരണം ഇവിടെ സീറോ ആണ്, ഇവിടെ ഒരു നോൺ നെഗറ്റീവ് പോസിറ്റീവ് നമ്പർ ഉണ്ട്. ഇതും സീറോ ആയാലും നമുക്ക് ശരിയാവില്ല, കാരണം ഇതൊരു പോസിറ്റീവ് നമ്പറാണ്. അപ്പം ഈ പോളിനോമിയൽ സീറോ ആകുക മാത്രമേ നിവർത്തിയുള്ളൂ. ഇത് സീറോ ആകും. ഇത് സീറോ ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതും സീറോ ആകും. ജി ഓഫ് എക്സ് സീറോ അല്ലല്ലോ. ഇതും സീറോ ആകണം, ഇതും സീറോ ആകണം. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ആൻഡ് ദിസ് ഈസ് ആൾസോ ഈക്വൽ. അപ്പൊ ഇത് പോളിനോമിയൽ ആ കിട്ടുന്ന ക്യൂ ഓഫ് എക്സ് കോഷ്യന്റ് എന്ന് പറയുന്ന പോളിനോമിയലും റിമൈൻഡർ എന്ന് പറയുന്ന പോളിനോമിയലും എപ്പോഴും ഈക്വലും ആയിരിക്കും. എക്സിസ്റ്റൻസ് മാത്രമല്ല, അവിടെ യുണീക്കും ആയിരിക്കും. ഇതാണ് ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്, പ്രൂഫ് ഉൾപ്പെടെ. ഈ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ചെയ്തു. ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് ഇങ്ങനെ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് കോഷ്യന്റും റിമൈൻഡറും കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇതുപോലെ ചെയ്യാം. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ഫീൽഡിലാണ് ചെയ്യുന്നത് എന്ന് മാത്രം. പണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫീൽഡും കൂടെ നോക്കണം. ഇവിടെ ആറിന് പകരം ഇസഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സെയിം സാധനം തന്നെ സപ്പോസ് നിങ്ങൾ ചെയ്യുന്നത് ഇസഡ് ഓഫ് എക്സിലാണെങ്കിൽ എന്താ വരിക എന്ന് പറഞ്ഞാൽ 3x² x⁴ പ്ലസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x² പ്ലസ് 2. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആകെ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ എഴുതാനേ പറ്റൂ. കാരണം ഇവിടെ 3/2 എന്ന് എഴുതാൻ പറ്റൂല. 3/2 ഈസ് നോട്ട് ദയർ. 3/2 എനിക്ക് എഴുതാൻ പറ്റൂല. ഇൻറ്റിജേഴ്സിലല്ലേ, ഇൻറ്റിജർ കോഫിഷ്യന്റ് വരണ്ടേ. ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ദിസ് ഈക്വൽ ടു, ഇതിനെ എങ്ങനെ എഴുതാം? ഇസഡ് ഓഫ് എക്സിൽ നിങ്ങൾക്ക് ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫീൽഡിൽ മാത്രമേ ഇത് പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഇത് ഇവിടെയും നമുക്ക് ഈ ഒരു ആൾമോസ്റ്റ് ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതിപ്പോ ആക്ച്വലി ആ ഡിവിഷൻ ഇവിടെ ഇങ്ങനെ തന്നെ എഴുതാനേ പറ്റൂ, വേറെ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കിവിടെ ഈ കോഫിഷ്യന്റ് 3 കിട്ടാൻ നിവർത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല, എന്നാലും ഈ ഫീൽഡും കൂടെ നോക്കണം എന്നാണ്. 6 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് Z5 ഓഫ് എക്സിലാണ്. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. Z5-ലെ മൾട്ടിപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം, വ്യത്യാസമാണ് അല്ലേ. ഡിവൈഡഡ് ബൈ x² പ്ലസ് 4x പ്ലസ് ഇവിടെ ചെയ്യുമ്പോൾ 3x² കിട്ടണം, 3x⁴ കിട്ടണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 3x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3x² കൊണ്ട് മൾട്ടിപ്ലൈ 3x⁴ പ്ലസ് 4 × 3 12. 12 എന്ന് പറയുന്നത് Z5-ൽ എന്താ? 2 ആണ് അല്ലേ. അത് 2x³ പ്ലസ് 6x². 6 എന്ന് പറയുന്നത് 1x². മോഡിലോ 5 എടുക്കുക, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് വരും? 1 - 2 എന്ന് പറയുന്നത് -x³ പ്ലസ് x² പ്ലസ് 1. ഇത് വേണമെങ്കിൽ -1 എന്ന് പറഞ്ഞാൽ Z5-ൽ എന്താ? 4 ആണ് അല്ലേ. 4 + 1 അല്ലേ 0. പിന്നെ 1-ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. ഈ ഇതെന്ന് പറയുന്നത് ആക്ച്വലി 4x³ പ്ലസ് x² പ്ലസ് 1-ന് ഈക്വൽ ആണ്. ഇനി എന്താ? 4x³ കിട്ടാൻ ഇവിടെ 4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4x³ പ്ലസ് 16x²
plus 8x സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 15x സ്ക്വയർ പ്ലസ് മൈനസ് അല്ലേ മൈനസ് 8x പ്ലസ് 1 ശരിയല്ലേ. ഇനി Z5-ലാകുമ്പോൾ മറ്റേ ഇത് 0 ആയിപ്പോവും. ഈ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ 0x സ്ക്വയർ ആവും. -15 എന്ന് പറയുന്നത് 0 ആണല്ലോ. ഈ -8 എന്ന് പറയുന്നത് -8 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 5 അല്ലേ. -8 -2 -10. അപ്പം ഇന്ന് വരെ എനിക്ക് 2x എന്ന് എഴുതാം. 2x പ്ലസ് ഇത് ചെയ്യേണ്ടത് ഏത് വരെയാ ഇവിടുത്തെ ഡിവൈസറിന്റെ ഡിഗ്രിയെക്കാളും കുറയുന്നവരെ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞു 2x പ്ലസ് 1 ഡിഗ്രി കുറഞ്ഞല്ലോ. ഡിഗ്രി ഇവിടെ 1 ആയി. സോ ഐ ക്യാൻ റൈറ്റ് 3x raised to 4 plus x cube plus 2x square plus 1 as x square plus 4x plus 2 into 3x square plus 4x plus what is the remainder 2x plus 1. So this is the answer. ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ കോഷ്യന്റ് ആയിട്ടും റിമൈൻഡർ പോളിനോമിയലായിട്ടും എഴുതും. So next we need to prove a theorem, corollary of this result. പർട്ടിക്കുലർ ഇപ്പം ചെയ്തതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ്, പ്രത്യേകിച്ച് വലിയ പ്രൂഫ് ഒന്നുമല്ല. അപ്പം ഒരു പോളിനോമിയലിനെ എക്സ് മൈനസ് എ എന്ന് പറയുന്ന പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? So proof by division theorem. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിഷൻ തിയറം അനുസരിച്ച് എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഇൻറ്റു സം കോഷ്യൻ പ്ലസ് റിമൈൻഡർ. ദ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ഇവിടുത്തെ ഡിവൈഡ് ചെയ്യുന്ന പോളിനോമിയൽ എക്സ് മൈനസ് എ. അതെത്രയാ? 1 അല്ലേ. സോ ദാറ്റ് ഇംപ്ലൈസ് ആർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. Now what is f of a? So അതിന്റെ മീനിങ് എന്താ? ഡിഗ്രി 0 ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? So this implies r of x is equal to 0 or degree of r of x 0. ഡിഗ്രി 0 ആകുക എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആകുക. r of x is equal to a constant. So r of x is a constant polynomial. Hence f of x is equal to x minus a into g of x plus a constant polynomial. Now what is f of a? f of a is ആദ്യം x ന് വരെ എടുക്കുമ്പോൾ ഇത് 0 ആവും, ഇത് c ആവും. So that means the c is exactly f of a. That is r of x is exactly f of a. അതാണ് ആ റിസൾട്ട് പറയുന്നത്. f of x നെ x മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് f of a ആയിരിക്കും. This is the proof. Very easy. ഡിവിഷൻ തിയറം അപ്ലൈ ചെയ്താൽ. ഇനി ഈ റിമൈൻഡർ 0 ആയി കഴിഞ്ഞാലാണ് ഒരു പോളിനോമിയലിന് വേറൊരു പോളിനോമിയൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പം എഫ് ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആണ് ജി ഓഫ് എക്സ് എങ്കിൽ എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റണം. നമ്മൾ നമ്പേഴ്സ് എഴുതുന്ന പോലെ തന്നെ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം. ഫാക്ടർ എന്നാ പറയാ, മൾട്ടിപ്പിൾ എന്ന് അധികം പറയാറില്ല. അപ്പോൾ ഇവിടെ ഈ ആർ ഓഫ് എക്സ് 0 ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഫ് ഓഫ് എ 0 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? എക്സ് മൈനസ് എ ഫാക്ടർ ആയിരിക്കും. അതാണ് നെക്സ്റ്റ് കൊറോളറി പറയുന്നത്. f of x, then a is a 0 of f of x. That is f of a 0 ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x minus a factor ആകുക. ഇതിന്റെ പ്രൂഫ് എന്താ? If a is a 0 of f of x, then f of a is equal to 0. By 1604 തൊട്ടുമുമ്പ് പറഞ്ഞ അനുസരിച്ച് എഫ് ഓഫ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഇൻറ്റു സം ജി ഓഫ് എക്സ്.
q of x ആണ് ഇവിടെ കറക്റ്റ് q of x ഞാൻ തെറ്റിപ്പോയതാണ് q of x എന്നാണ്. So that implies x minus a is a factor. Conversely, x minus a is a factor of f of x, implies f of x is equal to x minus a into some q of x. So that implies what is f of a? F of a is equal. That is a proof. A is a 0 of f of x എന്ന് പറഞ്ഞാൽ x ന് പകരം a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f ന്റെ വാല്യൂ 0 ആകും. ആ ഫീൽഡിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അതാണ് അതിന്റെ മീൻ. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം, നമ്മൾ സാധാരണ പോളിനോമിയൽ ഡിഗ്രിയും സീറോസും തമ്മിലുള്ള ബന്ധം ചിലപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണോ പോളിനോമിയലിന്റെ ഡിഗ്രി അത്രയും സീറോസ് ആണ് ആ പോളിനോമിയലിനുള്ളത്. ഇവിടെ നമുക്ക് Z6 ഈ ഒരു പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിച്ച് നോക്കാം. ലെറ്റ് f of x is equal to x square plus 3x plus 2. Z6 എലിമെന്റ് ഏതാ? 0 ഉണ്ട്, 1 ഉണ്ട്, 2, 3, 4, 5, 3 ആണ് അല്ലേ? f of 0 എന്താ വരിക? 2. f of 1 പ്ലസ് എക്സിന് പകരം 1 കൊടുക്കുക. 1 പ്ലസ് 3 പ്ലസ് 2, 3 4 ഇൻറ്റു 6 വിച്ച് ഈസ് 0. 2 2 4 6 2 12 അല്ലേ? 12 മീൻസ് 0. 3 കൊടുക്കുമ്പോൾ 9 9 പ്ലസ് 2 20. 20 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 18 2 അല്ലേ? 4 കൊടുക്കുമ്പോൾ 16 12 2, അതായത് 16 4 20 30. 30 എന്ന് പറഞ്ഞാൽ 0, 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 5 കൊടുക്കുമ്പോൾ 25 15 പ്ലസ് 2 30 40 42. 42 എന്ന് പറയുന്നത് എന്താ? അഗെയിൻ 0, 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് അപ്പോൾ അവിടെ സീറോസ് ഉള്ളത്? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ദ സീറോസ് ആർ 1 2 4 5. അതാണ് അവിടെ ചോദിച്ചത്. 4 സീറോസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് വൺ പ്രോബ്ലം. Next we need a definition. Principal ideal domain, PID. നമ്മൾ നേരത്തെ ഐഡിയൽ പഠിച്ചതെന്ന് ഓർത്ത് നോക്കുക. ഐഡിയൽ പഠിച്ചപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ ആൻ എലിമെന്റ് എ. അതിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? സെറ്റ് ഓഫ് ആൾ ആർ ഇൻറ്റു എ സച്ച് ദാറ്റ് ആർ ബിലോങ്സ് ടു ആർ. ഇതിനെയാണ് പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ എന്ന് പറയുന്നത് അല്ലെ? ഐഡിയൽ പഠിച്ച പോർഷനിൽ നമ്മൾ പഠിച്ചിരുന്നു പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ. അപ്പം പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയലിൽ എല്ലാ ഐഡിയൽസും അതുപോലെയാണെങ്കിൽ എ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ ആർ ഇൻ വിച്ച് എവരി ഐഡിയൽ ഹാസ് ദ ഫോം ഐഡിയൽ ജനറേറ്റഡ് ബൈ സം എലിമെന്റ്. അങ്ങനെയുള്ള ഐഡിയൽസ് മാത്രമേ ഉള്ളൂ. ഐഡിയൽസിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ. Okay. Example, Z ആണ്. Only ideals in Z are of the form NZ. NZ എന്ന് പറഞ്ഞാൽ n ജനറേറ്റ് ചെയ്യുന്ന. ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ പിന്നീട് വരുമായിരിക്കാം. ഇപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്, ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഡിവിഷൻ തിയറത്തിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഫീൽഡ് എടുത്താൽ കറസ്പോണ്ടിങ് പോളിനോമിയൽ റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു PID ആയിരിക്കും. പ്രിൻസിപ്പൽ ഇന്റഗ്രൽ ഡൊമൈൻ, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ, പ്രിൻസിപ്പൽ ഇന്റഗ്രൽ ഡൊമൈൻ അല്ല, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആയിരിക്കും. അപ്പോൾ ഫീൽഡ് ആണെങ്കിൽ ഈ പോളിനോമിയൽ റിംഗിലെ ഐഡിയൽസ്
ഏതെങ്കിലും ഒരു പോളിനോമിയൽ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽസ് മാത്രമേ അവിടെ ഐഡിയൽസ് ആയിട്ടുള്ളൂ. അപ്പൊ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ പ്രൂഫ് നമ്മൾ ഈ ലെക്ചറിന്റെ ആദ്യം പ്രൂവ് ചെയ്ത റിസൾട്ട് ഏതാണ്? ആദ്യം പ്രൂവ് ചെയ്ത റിസൾട്ട് 16.01 അല്ലേ? ആദ്യത്തെ റിസൾട്ട് അനുസരിച്ച് ഡി ഒരു ഇന്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ ഡി ഓഫ് എക്സ് ഇന്റഗ്രൽ ഡൊമൈൻ ആണ്. ഇനി എല്ലാ ഫീൽഡും ഇന്റഗ്രൽ ഡൊമൈൻ ആണ് അല്ലേ? സോ therefore by 1601 f of x is an integral domain. Let I be an ideal in f of x. I 0 ആണെങ്കിൽ, if I 0 മാത്രമുള്ള ട്രിവിയൽ ഇതാണെങ്കിൽ then I is generated by 0. അത് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. So if I not equal to 0, ഐക്കകത്ത് ഒരുപാട് പോളിനോമിയൽസ് ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് ഏറ്റവും മിനിമം ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ എടുക്കാം. മിനിമം ഡിഗ്രി ഉള്ള ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പോളിനോമിയൽ ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് ഏറ്റവും മിനിമം ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ എടുക്കാം. g of x be one of the polynomial with minimum degree. Minimum degree. എന്നിട്ട് g of x ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്താ? സെറ്റ് ഓഫ് ആൾ f of x into g of x such that f of x belongs to capital F of x. ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. ഇതെന്തായാലും എൻ്റെ ഐയുടെ സബ്സെറ്റ് ആയിരിക്കുമല്ലോ അല്ലേ? ഐ ഒരു ഐഡിയൽ ആയതുകൊണ്ട് ഇതെന്തായാലും ഐയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് തിരിച്ചുവിടാം. ഞാൻ ചെയ്യാൻ പോകുന്നത് തിരിച്ചും ശരിയാണ്. ഈ ഐ എക്സാക്ട്ലി ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സിന് ഈക്വൽ ആണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനെന്ത് കാണിച്ചാൽ മതി? ഐക്കകത്തുള്ള എല്ലാ എലിമെന്റും ഈ ജി ഓഫ് എക്സിന്റെ ഒരു മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് കാണിച്ചാൽ പോരെ? അല്ലെങ്കിൽ ഐക്കകത്തുള്ള ഏത് പോളിനോമിയലിലും ജി ഓഫ് എക്സ് ഒരു ഫാക്ടർ ആണെന്ന് കാണിച്ചാൽ മതി. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഐ. ബൈ ഡിവിഷൻ തിയറം I can write f of x as g of x into some q of x plus r of x with r of x is equal to 0 or degree of r of x less than degree of g of x. So this implies r of x in എനിക്ക് f of x minus g of x into q of x. പക്ഷേ ഇത് എവിടുത്തെ എലിമെന്റാ? is an element of, കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഐയിലെ എലിമെന്റ് ആണ്, ജി ഓഫ് എക്സ് ഐയിലെ എലിമെന്റ് ആണ്. അതുകൊണ്ട് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഐയിലെ എലിമെന്റ് ആണ്. അതുകൊണ്ട് ഈ ഡിഫറൻസ് ഐയിലെ എലിമെന്റ് ആണ്. ഐയിലെ എലിമെന്റ് വിത്ത് നോട്ട് ദാറ്റ് ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സിന്റെ ഡിഗ്രിയേക്കാളും കുറവാണ്. പക്ഷേ ഐയിലെ മിനിമൽ ഡിഗ്രി ഉള്ള പോളിനോമിയലാണ് ജി ഓഫ് എക്സ് അല്ലേ? ബൈ ദ മിനിമാലിറ്റി ഓഫ് ഐ. മിനിമാലിറ്റി ഓഫ് ഐ അല്ല, മിനിമാലിറ്റി ഓഫ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് വി ഗെറ്റ് ഒരു ഇതെന്താ നോൺ സീറോ പോളിനോമിയലല്ലേ ഏറ്റവും മിനിമം ഡിഗ്രി ഉള്ളത് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പം വേറൊരാൾ വന്നിട്ട് ഡിഗ്രി കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയാലേ പറ്റുള്ളൂ. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് വിച്ച് ഈസ് ആൻ എലിമെന്റ് ഓഫ് ഐ.
So that is I is contained in ideal generated by G. So this is one thing, and this is the first thing. From 1 and 2, I is exactly the ideal generated by G of x. Hence, all the ideals in f of x are principal ideals. Therefore, thus f of x is a principal ideal domain. F of x is a principal ideal domain. ഇതൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്. പ്രൂഫ് ഉൾപ്പെടെ പഠിച്ചോളൂ. പ്രൂഫ് ബുദ്ധിമുട്ടൊന്നുമില്ല. ഡിവിഷൻ തിയറത്തിന്റെ ആപ്ലിക്കേഷനാണ്. വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഈ പ്രൂഫിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം ഇതാണ്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഒരു ഐഡിയൽ എടുത്തിട്ട് അത് ഐഡിയൽ ഒരു ജി ഓഫ് എക്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് മിനിമം ഡിഗ്രി ഉള്ള പോളിനോമിയൽ ആയിരിക്കും. ഒരു ഐഡിയലിനെ വേറെ ഒരു പോളിനോമിയൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് അവിടുത്തെ മിനിമം ഡിഗ്രി ഉള്ള പോളിനോമിയൽ ആയിരിക്കണം. അതാണ് ആ പ്രൂഫിൽ നിന്ന് കിട്ടുന്ന വേറൊരു ഇംപ്ലിക്കേഷൻ. ഇതൊരു സെപ്പറേറ്റ് പ്രൂഫായിട്ട് അത് എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ എക്സാം എടുത്തു വന്നിരിക്കുന്നതുകൊണ്ട് ഞാനത് എക്സസൈസ് തരുന്നില്ല. എന്താണ് അതിന്റെ പ്രൂഫ്? സപ്പോസ് I is equal to ideal generated by G of x. If f of x belongs to I, then f of x in G of x into f of x G of x into some Q of x. So that means degree of f of x in another degree of G of x plus degree of Q of x. So that implies degree of f of x greater than or equal to degree of G of x. That is, G of x is a non-zero polynomial of minimum degree. G of x non-zero കിട്ടാൻ കാരണം there is a non-zero ideal എന്നാണ് എടുത്തിരിക്കുന്നത്. Since I is non-zero, G of x is non-zero. Non-zero polynomial ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ G of x not equal to 0 ആണ്. Conversely, if G of x is a non-zero polynomial in I having minimum degree, then I is generated by G follows from the proof of 1608. ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രൂഫിന്റെ ഈ പാർട്ട് നോക്കും. ഇവിടെ നമ്മൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മിനിമം ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി എന്താ കാണിച്ചത്? ഐ എന്ന് പറയുന്ന എക്സാക്ട്ലി ഇത് തന്നെയാണ് കാണിച്ചത്. ഇത് രണ്ടിനും ഏതാണ്ട് ഒരേ പ്രൂഫ് തന്നെയാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ കൊറോളറി ഈ ഒരു ഇതാണ് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് പറഞ്ഞത്. ഈ ഒരു പാർട്ട് മാത്രം സെപ്പറേറ്റ് എഴുതുക, മറ്റത് തൊട്ട് മുമ്പത്തെ അതേ പ്രൂഫ് തന്നെയാണ്. മിനിമം ഡിഗ്രി ആണെങ്കിൽ ഐ എന്ന് പറയുന്ന എക്സാക്ട്ലി ആ ജി ഓഫ് എക്സ് ജനറേറ്റ് ചെയ്യുന്ന പോളിനോമിയൽ ആയിരിക്കും, ഐഡിയൽ ആയിരിക്കും. ഫൈനലി ഇതൊരു ഓപ്ഷണലാണ്. ഇത് നിങ്ങൾ താല്പര്യമുള്ളവർ ഇതൊന്ന് പഠിക്കുക. കോംപ്ലക്സ് നമ്പേഴ്സ് അറിയാവുന്നവർ ഈ ഒരു ഫാക്ടർ റിംഗ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ കോംപ്ലക്സ് നമ്പേഴ്സിന് ഐസോമോർഫിക് ആയിരിക്കും.
ഞാനൊന്ന് ജസ്റ്റ് പ്രൂഫ് പറയാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഇത് സിലബസിലുള്ളത് തന്നെയാണ്. ലെറ്റ് യു ഡിഫൈൻ പി ഫ്രം ദ റിംഗ് ഓഫ് പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് അല്ലേ. സിയിലേക്ക് ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യുക ബൈ ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എടുത്തിട്ട് അത് ഐ ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യും. ഇതിനെ ഇവാലുവേഷൻ ഹോമോമോർഫിസം എന്ന് വിളിക്കുന്നു കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേര് ഇവാലുവേഷൻ homomorphism. Then P is a ring homomorphism. The verification easy ആണ്. കാരണം രണ്ട് പോളിനോമിയൽ എടുത്തിട്ട് ഇതിൽ ഫി അപ്ലൈ ചെയ്താൽ എന്താ ജസ്റ്റ് ഐ അവിടെ എക്സിന് പകരം ഇവാലുവേറ്റ് ചെയ്താൽ മതിയല്ലോ. ആദ്യത്തെ എന്ന് പറയുന്നത് പി ഓഫ് എഫ് ഓഫ് എക്സും രണ്ടാമത്തെ എന്ന് പറയുന്നത് പി ഓഫ് ജി ഓഫ് എക്സും ആണ്. സിമിലർലി പി ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും പി ഓഫ് പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ട് അവിടെ. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇല്ല പ്രശ്നമില്ല, പ്രൊഡക്റ്റ് അതുപോലെ ആലോചിച്ചാൽ മതി. എക്സിന് വരെ ആയി കൊടുക്കുക എന്ന് ആലോചിച്ചാൽ. ഇതാണ് അത് റിംഗ് ഹോമോമോർഫിസം ഉള്ളതിൻ്റെ പ്രൂഫ്. വാട്ട് ഈസ് എ കേർണൽ? കേർണൽ ഓഫ് ഇ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ ആർ ഓഫ് എക്സ് സച്ച് ദാറ്റ് പി ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ദ സീറോ അല്ലേ. കോംപ്ലക്സ് നമ്പേഴ്സിൽ സീറോ. That is this f of x belongs to this thing such that f of I is equal to 0. Then f of I 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എടുത്ത് നോക്കൂ. എക്സ് സ്ക്വയർ പ്ലസ് 1 ഐ കൊടുത്തു കഴിഞ്ഞാൽ ഐ സ്ക്വയർ മൈനസ് 1 ആവും അല്ലേ. ഐ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്താ? ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 + 1 0. ഇതെന്തായാലും കേർണലിലെ എലിമെന്റ് ആണ്. is a polynomial of minimum degree in kernel. ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും എന്തുകൊണ്ട് മിനിമം ആയെന്ന്. അപ്പം പഠിച്ചവരുണ്ടാവും, എന്നാലും ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. അടുത്ത സെമിസ്റ്റർ നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കും. അപ്പോൾ ബൈ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം നമ്മൾ പഠിച്ച ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ഫോർ റിംഗ്സ്, ഈ റിങ്ങും ഈ ഫാക്ടർ ഗ്രൂപ്പ് അല്ലെ കേർണൽ ഓഫ് ഐ എന്ന് പറയുന്ന ഐസോമോർഫിക് എന്തായിരിക്കും? ഐസോമോർഫിക് ടു ദ ഇമേജ് സ്പേസ് അല്ലേ. ഇതൊരു ഓൺ ടു ഹോമോമോർഫിസം ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ റിംഗ് ഈസ് എ ഓൺ ടു റിംഗ് ഹോമോമോർഫിസം. ദാറ്റ് ഈസ് ആർ ഓഫ് എക്സ് ഓവർ കേർണൽ എത്താ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഐസോമോർഫിക് ടു സി. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയി, മിനിമം ഡിഗ്രി ആയതുകൊണ്ട് ഹെൻസ് കേർണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ഡിഗ്രി ഉള്ള പോളിനോമിയൽ ആയിരിക്കും. കേർണൽ ഒരു ഐഡിയൽ ആണെന്ന് നമ്മൾ പഠിച്ചു. കേർണൽ എന്ന് പറയുന്ന ഒരു ഐഡിയൽ ആണ്. ആ ഐഡിയലിനകത്തുള്ള മിനിമം ഡിഗ്രി പോളിനോമിയൽ ആണ് എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ കേർണൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം അനുസരിച്ച് ആർ ഓഫ് എക്സ് ഓവർ ദാറ്റ് kernel which is the ideal generated by x square plus 1 is isomorphic to the image. ഇത് ഓൺ ടു ആവാനുള്ള കാരണം ട്രിവിയൽ ആണ്. ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്താലും അത് കിട്ടുന്ന ഒരു പോളിനോമിയൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആർ ഓഫ് എക്സിൽ. ദാറ്റ് ആൾസോ നീഡ്സ് ആൻ എക്സ്പ്ലനേഷൻ, ബട്ട് ടൈം ബീയിങ് യു അഗ്രി വിത്ത് മീ. സോ ഫോർ തിങ്ക് അബൌട്ട് ദാറ്റ്. Given any complex number, you can find a polynomial in R of x such that the image is that complex number. I കൊണ്ട് evaluate ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ആ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഇത് ചെയ്യാൻ ഇത്ര ചെയ്താൽ മതി. a plus I
ഇതും ഓപ്ഷണൽ, താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക, അല്ലാത്തവർ മുകളിൽ വെച്ച് നിർത്തുക. എക്സ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു ഐ ബി എന്ന് എഴുതാം. സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഐ ബി സ്ക്വയർ എന്താ, ഇസ് മൈനസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 0. സോറി ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഞാനത് കൂടുതൽ ആലോചിച്ച് സമയം കളയുന്നില്ല. നമുക്കിപ്പം തൽക്കാലം ആവശ്യമില്ല. ഇപ്പോൾ എക്സാമിനേഷൻ അടുത്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ക്ലാസ് എടുക്കുമ്പോഴുള്ള ഗുണം ഇതാണ്. നേരിട്ട് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വരുന്ന ഒരു ഫ്ലോയിൽ പറയാൻ സാധിക്കും. പക്ഷേ ഒരു വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ നോട്ട് എഴുതി പഠിക്കുക. വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മുഴുവൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ പോയി എഴുതണം. ഇനി റിമൈൻ ചെയ്യുന്നത് ഒരു വീഡിയോയും ഉണ്ടാവും, 2 വീഡിയോ ഉണ്ടാവും. ഒന്ന് അടുത്തൊരു ചാപ്റ്ററിലെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ടൈം കൺസ്ട്രെയിൻറ്റ് ഉണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കുക. ഞാനത് ഡൗട്ടുകളും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.